ഈ അമേരിക്കയിൽ നിന്നിറങ്ങുന്ന ന്യൂസ് വീക്ക് മാഗസിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കവർ സ്റ്റോറി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലോകോത്തരമായ ഒരു മാഗസിൻ്റെ കവറാവുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്ത് വയലാറിനെയാണ്. വയലാറിൻ്റെ അശ്വമേധത്തിലെ വരികളില്ലേ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിന് മാർഗം തടയുവാൻ. പിന്നെ അടുത്ത വരിയുണ്ട്, എന്തൊരു ഉന്മേഷമാണ് അതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണ് അതിൻ കാലുകളിൽ എന്ന് പറയുന്ന പോലെ മോദി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പക്ഷേ ക്യാബിനറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്ന എല്ലാ സെക്രട്ടറിമാരുടെയും മീറ്റിംഗ് വിളിക്കുക. അടുത്ത സർക്കാർ വന്നതുപോലെ അടുത്ത 100 ദിവസത്തേക്കുള്ള പരിപാടി കേന്ദ്ര സർക്കാർ ചെയ്യുകയാണ്. ഈ സർക്കാർ മാറിയിട്ടേയില്ല, സർക്കാർ തുടരുകയാണ് എന്ന തരത്തിൽ ലോങ് ടൈം പ്രോജക്റ്റുകൾ കുറിച്ചുള്ള ചർച്ചകളും തുടരുകയാണ്. എന്തൊരു ആത്മവിശ്വാസമാണ് സാർ. അതെ, ജൂൺ 4 ശേഷവും താൻ തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും മോദിക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ രാജ്യം വോട്ടിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഗൗനിക്കുന്നേയില്ല. ഭരണം അടുത്ത 100 ദിവസത്തെ കർമ്മപരിപാടികൾ തൻ്റെ വകുപ്പ് സെക്രട്ടറിമാരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അതെ അതെ, അത്ഭുതം. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് മുമ്പ് നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. മോഡിയുടെ ആത്മവിശ്വാസത്തിനുപരി അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതികളെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനുപരി അദ്ദേഹത്തെ ഇതിനൊക്കെ കാണാനായിട്ട് വരുന്ന എലോൺ മസ്കിനെ പോലെയുള്ള എലോൺ മസ്ക് 22-ാം തീയതി വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാൾ, ഏറ്റവും വലിയ വ്യവസായി. അദ്ദേഹത്തിൻ്റെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ഫാക്ടറി ഇടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്ന ഇലക്ഷന് തൊട്ടു മുമ്പാണ്. അപ്പോൾ മസ്കിന് വേണമെങ്കിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് കാണാം ഇന്ത്യൻ രാഷ്ട്രീയം മാറാൻ പോവുകയാണെന്ന് വിചാരിച്ചിരിക്കാം. ഒരു സൂചനയില്ല. ലോകത്തിലെ അതിസമ്പന്നരായ ആളുകൾക്ക് പോലും എലോൺ മസ്കിനെ പോലെ എല്ലാ ടെക്നോളജിയും കൈവശമുള്ള ഒരാൾക്ക് പോലും ഒരു സംശയവുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത 5 വർഷം. ഇതിൻ്റെ മാജിക് എന്താണ് സാർ? ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെ പോലെയല്ല വിദേശ മാധ്യമങ്ങൾ കാര്യങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നതും. അവർക്ക് ശരിയായി വസ്തുതകൾ വിശകലനം ചെയ്ത് വരും വരാഴികളെ പറ്റി തീരുമാനമെടുക്കാൻ അറിയാം. അതാണ് ന്യൂസ് വീക്കിൻ്റെ കവർ സ്റ്റോറിയുടെയും അൺസ്റ്റോപ്പബിൾ മോഡി. തടയാനാവാത്തത്. മോദിയെ തടയാനാവില്ല എന്ന് അത് രാഹുൽ ഗാന്ധിയോട് പറയുന്ന പോലെ ഇരിക്കുന്നു. അൺസ്റ്റോപ്പബിൾ പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള വാർത്താ വാരികയാണ്. അപ്പം ന്യൂസ് വീക്ക് അതിൽ ദീർഘമായ ഒരു ഇൻ്റർവ്യൂ ആണ്. അതേസമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചുകൊണ്ടും പരോക്ഷമായി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ആയിരുന്നു അന്നത്തെ. അങ്ങനെയാണല്ലേ? ഞാൻ കരുതി ഇതുപോലെ ചെയ്തതുപോലെ പോസിറ്റീവ് ആയിരുന്നില്ല. അത് മാത്രമല്ല, അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള പ്രഖ്യാപിത നിലപാടെടുത്ത് സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്ന കാലവുമാണ്. അപ്പോൾ അമേരിക്കൻ വാർത്താ വരി അവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ന്യൂസ് വീക്ക് ഇന്ദിരാഗാന്ധിയുടെ കവർ സ്റ്റോറി കൊടുത്തത്. ഒരു അയൺ ലേഡി എന്നുള്ള അർത്ഥത്തിൽ, ഏത് കൊടുങ്കാറ്റിലും ഉലയാത്ത ആൾ എന്ന നിലയിലാണ്. അതേസമയം മോഡിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മോഡി ഒരു പ്രതീക്ഷ ആണ്, ലോകത്തിൻ്റെ തന്നെ പ്രതീക്ഷ എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും ഉറ്റ ജനാധിപത്യ സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുകയും അവരുടെ വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റോറിയുടെ ഏറ്റവും സവിശേഷമായ വശം. അത് ഇന്ത്യയിലൊരു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ആരും ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ മസ്കുമായിട്ട് സംസാരിക്കാൻ എന്താ അവകാശം? അതെ, നിങ്ങളുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. കെയർടേക്കർ പ്രധാനമന്ത്രി മാത്രമാണ്. അതെ അതെ, ഇപ്പോൾ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. നിങ്ങൾക്ക് ഒരു 4 വർഷത്തെയോ 5 വർഷത്തെയോ പദ്ധതികളൊക്കെ വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ ഇപ്പോഴേ ചർച്ച ചെയ്യാൻ എന്താ അവകാശം? അത് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ചെയ്യട്ടെ. നിങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ വരില്ല എന്ന് പിണറായി വിജയൻ മുതൽ സീതാറാം യെച്ചൂരി വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ലെന്നാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത്. ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്നാൽ പാലക്കാട് വിജയരാഘവനും ഇദ്ദേഹവും കൂടെ ഭരിക്കും എന്നാണ്, ഇന്ത്യ ഭരിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ വസ്തുതകൾ കാണണം. ഇത് ലോകം കാണുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ ഈ കേരളത്തിൽ പോലെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ തുരുത്തിലിരിക്കുന്നവർ കാണുന്നില്ല. അതെ അതെ. ഏതായാലും സാർ, ഞാൻ കൗതുകം തോന്നിയത് ക്യാബിനറ്റ് സെക്രട്ടറി
ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരിക്കുക. അതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, റെയിൽവേ ടിക്കറ്റിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താൽ റീഫണ്ടിന് ഇപ്പോൾ 48 മണിക്കൂർ 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും. അത് 24 മണിക്കൂറായിട്ട് കുറയ്ക്കണം. പിന്നെ വന്ദേ ഭാരതിൽ സ്ലീപ്പർ കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിക്കണം. ഇങ്ങനെ വളരെ മൈന്യൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ വരെ ഈ ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ചിരിക്കുന്ന സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ്, തീരുമാനിക്കുക. അടുത്ത 100 ദിവസത്തിനകം ഇത് യാഥാർത്ഥ്യമാകാൻ പോവുക. ഇതാണ് ഭരണം. ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്. അതെ അതെ. ആ സമയത്ത് നമ്മൾ പലതും ഇവിടെ ഇരുന്ന് ആലോചിക്കണം. നമുക്ക് എത്ര കാലമായിട്ട് ഇവിടെ പെൻഷനും സാലറിയും കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഇന്നലെ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ വിഷുചന്തകളെ കുറിച്ച് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി ആദ്യം വാരി അലക്കുമായിരുന്നു. നിങ്ങൾ ആളുകളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടാ, അതുകൊണ്ട് കർശന നിർദ്ദേശത്തോടെ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചുപോയി എന്ന് പറയുമ്പോൾ, എന്നാൽ പബ്ലിസിറ്റി കൊടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയാണ് എന്ന തരത്തിൽ ക്യാമ്പയിൻ ചെയ്യാതെ വേണമെങ്കിൽ തുടങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇലക്ഷന് വേണ്ടിയിട്ട് സർക്കാർ എന്തോ ഔദാര്യം ചെയ്യുന്നു എന്ന തരത്തിൽ കാണിക്കാനാണ് കാത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ മോദിയെ വിമർശിക്കുമ്പോഴും മോദിയിൽ നിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും. പക്ഷേ മോഡിയെ ഒരു പാഠമാക്കുക എന്നത് അത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇവർക്ക് ചതുർത്ഥിയാണ് മോഡിയെ കാണുന്നത്. പക്ഷെ മോദിയെ ഇവരൊക്കെ സ്വകാര്യമായി അനുകരിക്കുന്നുണ്ട് പലരും. അത് ഈ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ സമ്മതിക്കും, ഞങ്ങൾക്കും തെറ്റുപറ്റാവുന്ന പാർട്ടിയുടെ അപ്പോൾ മിനിമം 25 വർഷം കഴിഞ്ഞു മോഡിയെ വിലയിരുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു. മോദിയായിരുന്നു ശരി, ചിലപ്പോൾ 25 വർഷം എന്ന് പറയുന്നൊരു കാലം. അന്ന് CPM ഉണ്ടാവുമോ സാർ? അല്ല, CPM എന്ന നിലയിൽ ഇവരിൽ ആരും ജീവിച്ചിരിക്കില്ല. അത് ശരിയാണ്. ഒരുപക്ഷെ നമ്മുടെ റിയാസും വസീഫും ഒക്കെ റഹീമുമൊക്കെ ഇതിൻ്റെ അവശിഷ്ടം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഈ അവശിഷ്ടങ്ങളൊക്കെ വേറെ പേരിലൊക്കെ കണ്ടത്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ തമാശ വിട്ടിട്ട് വേറൊരു കാര്യം ആലോചിച്ചാൽ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ എത്രമാത്രം പരിതാപകരമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഈ കേരളം എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നത് കേരങ്ങളുടെ നാളികേരത്തിൻ്റെ നാടെന്ന നിലയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഞെട്ടിപ്പോയി. കേരളം നാളികേരത്തിൽ പല വർഷങ്ങളായി ഇപ്പോൾ 1-ാം സ്ഥാനത്തല്ല. തമിഴ്നാടും പിന്നെ കർണാടകമൊക്കെ നമ്മളെക്കാൾ മുന്നേ പോയിരിക്കുന്നു. കേന്ദ്ര നാളികേര ബോർഡിൽ നിന്നും കിട്ടേണ്ട ധനസഹായം കൃത്യമായി ആവശ്യപ്പെടാത്തത് കൊണ്ടും കിട്ടിയ തുക ചിലവാക്കി അതിൻ്റെ ചിലവ് വിവരം ധരിപ്പിക്കാത്തത് കൊണ്ടും കേരളത്തിന് നഷ്ടപ്പെട്ടത് കോടാനുകൂടി രൂപയാണ്. അല്ല സാർ, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മുടെ UGC ഗ്രാൻറ്റ് 750 കോടി പോയി. കാരണം കണക്ക് പറയണം. കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടിയാൽ കണക്ക് പറയേണ്ടി വന്നാൽ ആ പൈസ മേടിക്കില്ല. നോക്കൂ, ഇത് മാത്രമല്ല, ഏതെല്ലാം ഹെഡ്സിലാണ് കണക്ക് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിൻ്റെ പണം കിട്ടുന്നില്ല. കേന്ദ്രം കൊടുത്തതിൻ്റെ കണക്ക് ചോദിക്കാൻ പാടില്ല. അതേസമയത്ത് നമുക്ക് നാളികേര പ്രോത്സാഹനാർത്ഥം, എല്ലാ കൃഷിയുടെയും പ്രോത്സാഹനാർത്ഥം നൂറുകണക്കിന് ഓഫീസുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. ഇവരാരും കൃത്യമായി കണക്ക് കൊടുക്കാത്തതുകൊണ്ട് തമിഴ്നാടിനും കർണാടകത്തിനും ആന്ധ്രാപ്രദേശിനും കിട്ടിയ തുക പോലും കേരളത്തിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, കേരളം കിട്ടിയ തുക ചെലവഴിക്കാത്തതുകൊണ്ട് 8.2 കോടി രൂപ നാളികേര ബോർഡിന് തിരിച്ചടച്ചു. അത് ശരി, ബെസ്റ്റ്. അതാണ് കേരളത്തിൽ കുറെ കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും തേങ്ങ നമ്മുടെ ഇവിടെ ഇല്ല. ഇപ്പം പണ്ട് മുതലേ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടൊക്കെയാണ് നാളികേരത്തിന്റെ കേന്ദ്രമായി മാറുന്നത്. പഴയ മുദ്രാവാക്യം പോലെ ആയിപ്പോയല്ലോ സാർ, കേരം തിങ്കും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും. KR ഗൗരി ഈസ് നോ മോർ. അപ്പോൾ കേരളവും ഇല്ല, കേരളവും ഇല്ല. ഏതായാലും ഭരിച്ച് മുടിച്ച് കേരളത്തെ ഇല്ലാതാക്കുന്ന ആളുകൾ കേന്ദ്രത്തിലേക്ക് ഒന്ന് നോക്കി എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് ഒരു മാതൃകയാക്കിയാൽ കൊള്ളാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ എൻ്റെ കവർ ചിത്രം ന്യൂസ് വീക്കിൽ വരുന്ന കാലം വരട്ടെ. അല്ല സാർ, അതെങ്ങനെ സാധിക്കും? ഇപ്പോൾ നമ്മുടെ ശൈലജയ്ക്ക് ഒരു മാക്സസേ കിട്ടാം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞല്ലേ? അത് ഫിലിപ്പൈൻസ് ബൂർഷ രാജ്യമില്ലേ, ഫിലിപ്പൈൻസിൽ കൊടുക്കുന്ന അവാർഡ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെ സ്വീകരിക്കും? അപ്പോൾ പിന്നെ ഈ ന്യൂസ് വീക്കിലോ ഒക്കെ കവർ സ്റ്റോറി വന്നാലോ? കവർ സ്റ്റോറി വരുന്നതിന് കുഴപ്പമില്ല. കാരണം അവർ നമ്മളെ കളിയാക്കാനായിട്ടായാലും
അതിൽ ന്യൂസ് വീക്കിൻ്റെ കവർ വരാം. ഉഴവൂർ വിജയം പറഞ്ഞ പോലെ ആയിരിക്കും. അല്ലെ കുപ്രസിദ്ധി ആയാലും പ്രസിദ്ധിയാണ്. അതെ അതെ, എന്നെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഒരു വാർത്ത കൊടുക്കണേ എന്ന് അദ്ദേഹം പണ്ട് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരോട് പറയും. കാർട്ടൂണിസ്റ്റുകളെ രഹസ്യമായി ചില നേതാക്കൾ കാണാറുണ്ട്. മോശപ്പെട്ട നിലയിലാണെങ്കിലും എൻ്റെയും വല്ലപ്പോഴും ഒന്ന് പരിഗണിച്ചേക്കുക. പണ്ട് ജവഹർലാൽ നെഹ്റു പണ്ട് കാർട്ടൂണിസ്റ്റ് ശങ്കറോട് പറയേ എന്നെ ഒരിക്കലും വിട്ടുകളയരുത് എന്ന് പറയുമായിരുന്നു. അതെ അതെ, ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അപ്പോൾ കാർട്ടൂണിലൂടെ വരുന്നതിൻ്റെ എഫക്റ്റ് എത്ര ശക്തമാണെന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു. കളിയാക്കിയാണ് വരുന്നതെങ്കിലും അത് വലിയ ഫലം ചെയ്യും. ഏതായാലും സാർ നമ്മൾ മോദിയിലാണ് ആരംഭിച്ചത്. മോദിയിൽ ഉള്ള സാറിൻ്റെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നരേന്ദ്രമോദിയിൽ അങ്ങ് കാണുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ്? നരേന്ദ്രമോദി ക്വിക്കാണ്. ഏറ്റവും ബെസ്റ്റ്, ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്ററാണ്. ജനങ്ങളോട് ഏറ്റവും ഭംഗിയായി സംവേദനം ചെയ്യാൻ പറ്റുന്ന നേതാവാണ്. നമ്മുടെ പല നേതാക്കൾക്കും ഇല്ലാത്തതും അതാണ്. ഈ 2014 മോഡി ഗുജറാത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ സവിശേഷത, അദ്ദേഹം ജനങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് സംസാരിച്ചു. അങ്ങനെ ചെയ്യുന്ന മറ്റൊരാൾ അദ്ദേഹത്തിന് ബദലായില്ല. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്, അദ്ദേഹത്തിൻ്റെ മൈനസ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ. രാഷ്ട്രീയത്തിൻ്റെ ഒരു പാപ്പരത്വം എന്ന് പറയുന്നത് അതുപോലെ ബദലില്ല. മോഡിക്ക് തൽക്കാലം ബദലില്ല. ഒരു 10 വർഷത്തിനുള്ളിൽ ഉണ്ടാവുമോ? ഉണ്ടാകാനും വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ വരേണ്ടത് കോൺഗ്രസിൽ നിന്നാണ്. കോൺഗ്രസ് പുതിയ നേതാക്കളെ ബ്രീഡ് ചെയ്യുന്നതിൽ ദയനീയ പരാജയമാണ്. അവിടെ ക്വാർട്ടറീസാണ്. ഫാമിലിയുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ മാത്രമേ നേതാവാകുന്നുള്ളൂ. അവരാണെങ്കിൽ ക്വാളിറ്റിയിൽ വളരെ മോശവുമാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ലീഡർഷിപ്പ് ഒരു പ്രദേശത്തും പ്രാദേശികമായോ ദേശീയമായോ വളർത്തിയെടുക്കുന്നതിൽ കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസ് ദയനീയ പരാജയമാണ്. അതുകൊണ്ട് ഈ 30 വർഷത്തിനുള്ളിൽ കോൺഗ്രസിലൂടെ ഉയർന്നു വന്നതെല്ലാം പാദസേവകരാണ്, ഉത്തരീയം ചുമക്കുന്ന ആളുകളാണ്, ഇല്ലേ ബാഗ് പിടിക്കുന്ന നേതാക്കൾ. ശരിയായ മെറ്റൽസ്, സ്ഥൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ജനാധിപത്യ ലിബറൽ ഡെമോക്രസിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന നേതാക്കൾ കോൺഗ്രസ്സിലുള്ളെന്ന് വന്നിട്ടില്ല പുതിയ തലമുറയിൽ. വയലാർ രവിക്ക് വയസ്സായി. അപ്പോൾ പ്രതിപക്ഷത്തിൽ ഒരു വലിയ ശൂന്യത ഇനി ഏറെക്കാലം തുടരും. അതേ സമയത്ത് പ്രാദേശിക പാർട്ടികളിൽ നിന്ന് ചിലപ്പോൾ വരാം. പക്ഷേ പ്രാദേശിക പാർട്ടികളിൽ നിന്ന് വരാനുള്ള ഒരു തടസ്സം അതും ഫാമിലി പാർട്ടികളാണ്. അതെ അതെ, പ്രാദേശിക പാർട്ടികൾ ദേശവ്യാപകമായി അതൊരു ഉണ്ടാകാൻ സാധ്യതയില്ല. ഇല്ല. ഇപ്പോൾ നമ്മളെ ഇടയ്ക്ക് ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഒരു ദേശീയ സ്വഭാവം കൈവരിക്കുമോ എന്ന് വിചാരിച്ചു. അത് സാധിച്ചില്ല. അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയാണ്. ഈ സമാജ്വാദി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയാകാനുള്ള അത് കഴിയുകയുമില്ല. കാരണം ആ സമാജ്വാദി പാർട്ടി എന്നുള്ള ഒരു നോർത്ത് ഇന്ത്യൻ കോയിനേജ് അതിന് സൗത്ത് ഇന്ത്യയിൽ വേര് കിട്ടാൻ പിന്നെ മായാവതിയുടെ പാർട്ടി ഇവിടെ പോയി. പിന്നെ 2013 വന്നതാണ് ആപ്പ്, ആം ആദ്മി പാർട്ടി. ആ പേര് ഭയങ്കരമായിരുന്നു. അവർ അഴിമതിക്കെതിരെ ചൂലെടുത്തവരാണ്. അത് ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ വലിയ ആവേശം ഉണ്ടാക്കി. പക്ഷേ അത് ഇപ്പോൾ തിഹാർ ജയിലിൽ കിടന്നു. അപ്പോൾ അഴിമതിക്കെതിരെ ചൂലെടുത്തവർ അഴിമതി കേസിൽ ജയിലിലായ ദയനീയ അവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ മോഡിക്ക് ആരാണ് ബദൽ? മോഡി അപ്രതിരോധ്യത്തിന് അതാണ് അൺഅപ്പോസ്ഡ് എന്ന് ന്യൂസ് വീക്ക് പറയുന്നതിൻ്റെ. അപ്പോൾ മോദിക്ക് ബദലില്ല, തൽക്കാലമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഒരുപക്ഷെ മോദിക്ക് ഈ വിലക്കുകൾ പരിധികളൊക്കെ മറികടന്ന് ഒരുപക്ഷെ BJP ഇനിയും ഒരു ടൈം കൂടി കൊടുത്താലും അത്ഭുതത്തിന് വകയില്ല. അത് മോഡി തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. അതെ, അപ് ടു മോദി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.